എന്നെന്നും നിൻ്റേതു മാത്രം. പിഴച്ചവൾ കുടുംബത്തിൻ്റെ മാനം കളഞ്ഞ് കയറി വന്നേക്കുന്ന കണ്ടില്ലേ? പണ്ടേ ഞാൻ പറഞ്ഞത് ഇവൾക്ക് ഇത്രയും സ്വാതന്ത്ര്യം കൊടുക്കരുതെന്ന്. അപ്പോൾ അവൾ എൻ്റെ ആൺകുട്ടിയാണെന്ന് പറഞ്ഞ് അവൾക്ക് അല്പ സ്വാതന്ത്ര്യം. പെണ്ണായി തന്നെ വളരേണ്ടവൾ പെണ്ണായി തന്നെ വളരണം. അങ്ങനെ സർവ്വസ്വാതന്ത്ര്യം കൊടുത്ത് വളർത്തിയാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. ഇനി മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഇവൾക്ക് മൂത്തത് ഇനി ഒരുത്തി കൂടിയുണ്ട്. അവളെപ്പോലും ആലോചിക്കാതെയാണല്ലോ ഇവൾ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്. ആ സ്ത്രീ ഓരോന്ന് പറഞ്ഞ് തലയ്ക്കടിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. അവൾ നിറകണ്ണുകളോടെ തൻ്റെ കഴിഞ്ഞു പോയ കാലങ്ങളിലേക്ക് ഒന്ന് ഊളിയിട്ടു. വാസുദേവൻ്റെയും ഗൗതമിയുടെയും വിവാഹത്തിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർക്കിടയിലേക്ക് ഒരു സന്തോഷവാർത്ത എത്താത്തതിൽ അവർ ഇരുവരും ഒരുപാട് വിഷമിച്ചിരുന്നു. തങ്ങളുടെ വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ചെന്ന് നേർച്ചയും കാഴ്ചയും വെച്ച് മഹാദേവന്റെ അനുഗ്രഹം പോലെ 2 പെൺകുഞ്ഞുങ്ങൾ ഞങ്ങൾക്കിടയിലേക്ക് എത്തി. മഹാദേവന്റെ അനുഗ്രഹത്താൽ തങ്ങൾക്ക് കിട്ടിയ നിധികളാണ് ഇവർ 2 പേരും. അതുകൊണ്ട് അവർക്ക് 2 പേർക്കും ഒരാൾക്ക് ശിവഭദ്ര എന്നും ഒരാൾക്ക് ശിവരുദ്ര എന്നും പേരിട്ടു. 2 പേരുടെയും സ്വഭാവത്തിന് രാവിൻ്റെയും പകലിൻ്റെയും വ്യത്യാസമുണ്ട്. ഒരുവൾ പൂച്ചക്കുട്ടി, എപ്പോഴും പുഞ്ചിരി തൂകി നിഷ്കളങ്കയായി നിൽക്കുന്ന ശിവഭദ്ര. എന്നാൽ ശിവരുദ്ര നേരെ വിപരീതം. വാശിയും ദുശാഠ്യവും എല്ലാം തന്നെ അവളുടെ കൂടപ്പിറപ്പാണ്. ഒപ്പം തന്നെ ദേഷ്യവും. എങ്കിലും പക്വതയോടെ ചിന്തിച്ച് മാത്രമേ ആരോട് വേണമെങ്കിലും ദേഷിക്കുകയും സംസാരിക്കുകയും ചെയ്യൂ. തന്നെ ഇങ്ങോട്ട് കയറി ചൊറിയുന്നവരെ മാന്തി വിട്ടില്ലെങ്കിൽ കുട്ടിക്ക് ഒരു സമാധാനവും ഉണ്ടാകില്ല. ഇപ്പോൾ തന്നെ രുദ്രയുടെ സ്വഭാവം എല്ലാവർക്കും മനസ്സിലായില്ലേ? കളിയും ചിരിയും കുസൃതിയും കുറുമ്പുമായി നമ്മുടെ കുട്ടികൾ 2 പേരും ഇന്ന് 10ാം ക്ലാസ്സിലേക്ക് പോവുകയാണ്. രാവിലെ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ്, രുദ്രേ, നിന്നോട് പ്രത്യേകം പറയും, ഇത് 10ാം ക്ലാസ്, മര്യാദയ്ക്ക് പഠിച്ചോണം. പഴയതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിന്നാൽ ഞാൻ വരില്ല കോംപ്രമൈസിന്. നീ നിൻ്റെ അച്ഛനെ വിളിച്ചോണ്ട് പോകേണ്ടി വരും. ഊവു തമ്പ്രാട്ടി, അടിയൻ കേട്ടു. രുദ്ര ഗൗതമി ഒന്ന് കളിയാക്കി. ഗൗതമിക്ക് വല്ലാതെ ദേഷ്യം വന്നു. കയ്യിൽ കിട്ടിയ തവിയുമായി അവൾക്ക് നേരെ ചേർന്നതും വാസുദേവൻ ഇടയിൽ കയറി. എൻ്റെ പൊന്ന് ഗൗതമി, നിനക്കറിയില്ലേ അവളുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന്? പിന്നെ പഠിക്കുന്ന കാര്യത്തിൽ മിടുക്കുള്ളത് കൊണ്ട് നമ്മളെല്ലാം അങ്ങ് ക്ഷമിച്ചു കൊടുക്കുന്നെന്നല്ല ഉള്ളു. ഇവൾ നമ്മുടെ ആൺകുട്ടിയല്ലേ, നീ ഒന്ന് ക്ഷമിച്ചു കളാ. വാസുവേട്ടാ, നിങ്ങളാ ഇവൾക്ക് എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത്. ഇവളിപ്പോൾ എന്നെ കളിയാക്കുക നിങ്ങൾ കേട്ടില്ലേ? എൻ്റെ പൊന്ന് ഗൗതമി, എല്ലാ കൊല്ലവും സ്കൂൾ തുറക്കുമ്പോൾ നിനക്ക് ഇത് മാത്രമല്ല ഉള്ളൂ അവളോട് പറയാൻ. പിന്നെ ഞാൻ എന്ത് വേണം? കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾക്ക് പോരാഞ്ഞിട്ട് ഒരു ചെക്കൻ്റെ തല കൂടി അവൾ തല്ലിപ്പൊട്ടിച്ചില്ലയോ? അതിന് ഹോസ്പിറ്റൽ ചിലവ് എത്രയായെന്നും പറഞ്ഞോണ്ടാ അന്ന് എൻ്റെ വളയല്ലേ പണയം വെച്ച് ആ ചെക്കന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റിന് പൈസ കൊടുത്തത്. അതൊക്കെ നിങ്ങൾ മറന്നു, പക്ഷെ ഞാൻ മറന്നിട്ടില്ല. ഇപ്പോഴും അത് പണയത്തിലായി, ഇതുവരെ എടുത്തിട്ടില്ല. ഈ പ്രാവശ്യം പുന്നാരമോള് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അച്ഛൻ്റെ ദേഹത്ത് വല്ലതും ഉണ്ടെങ്കിൽ അച്ഛൻ കൊണ്ടുവന്ന് പണയം വെച്ച് ഇതൊക്കെ പരിഹരിച്ചാൽ മതി. ഞാൻ എൻ്റെ ഒരു തരി പൊന്നുപോലും ഞാൻ തരില്ല. ഗൗതമി അത്രയും പറഞ്ഞ് ദേഷ്യത്തിൽ അകത്തേക്ക് പോയി. ഗൗതമിയുടെ ഒന്നും എനിക്ക് വേണ്ട, എനിക്കെൻ്റെ ഭദ്ര തരും. അവളുടെ ദേഹത്ത് കിടക്കുന്ന സ്വർണം. ഭദ്രയുടെ ദേഹത്ത് കിടക്കുന്ന എന്തെങ്കിലും നീ തൊട്ട നിന്റെ കൈ ഞാൻ വെട്ടും. അകത്തേക്ക് പോയ അതേ സ്പീഡിൽ തന്നെ ഗൗതമി പുറത്തേക്ക് വന്ന് രുദ്രയോടായി പറഞ്ഞു. രുദ്ര അവളുടെ അടുത്തേക്ക് ചെന്ന് ഗൗതമിയെ ചേർത്ത് പിടിച്ച്, ഞാൻ ഇന്ന് 10ാം ക്ലാസ്സിൽ പോകുകയല്ലേ, ഇനി അമ്മയുടെ ഈ താന്തോന്നി ഒരു കുരുത്തക്കേടും കാട്ടില്ല. അമ്മയ്ക്ക് ഞാൻ ഉറപ്പ് തരുന്നു. പിന്നെ എന്നെ ചൊറിയാൻ വന്നാൽ മാന്തി വിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാ. ഈ ഒരു കാര്യത്തിൽ മാത്രം നോ ഒബ്ജെക്ഷൻ. അത്രയും പറഞ്ഞ് ഗൗതമിയുടെ കവിൾ ഒരു ഉമ്മ കൊടുത്തു. രുദ്രേ, നീയൊരു പെൺകുട്ടിയാ, അതിൻ്റേതായ അടക്കവും ഒതുക്കത്തോടെ വേണം വളരേണ്ടത്. 10ാം ക്ലാസ് ആയില്ലേ, ഇനിയെങ്കിലും പക്വതയോടെ ചിന്തിച്ച് ഓരോന്നും വിവേകത്തോടെ ചെയ്യാൻ നോക്കുമോളെ. അവർ അല്പം വ്യാകുലതയോടെ അവളോടായി പറഞ്ഞു. എന്താ അമ്മ, പെണ്ണായാലെന്താ ആണായാലെന്താ, ഇന്ന് പെൺകുട്ടികൾക്ക് ആൺകുട്ടിയേക്കാൾ അല്പം ധൈര്യം വേണം, എന്നാലേ ഈ സമൂഹത്ത് പിടിച്ചു നിന്ന് പോകാൻ പറ്റൂ. അത് പറഞ്ഞതും വാസുദേവൻ രുദ്രയുടെ അടുത്തേക്ക് വന്ന്, അവൾ പറഞ്ഞത് ശരിയല്ലേ? ഇന്ന് എന്തെല്ലാം ആ പത്രം തുറന്നാലും TV തുറന്നാലും നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ആൺകുട്ടി ഇങ്ങനെ തന്നെ വേണ്ടേ? അതേ, അമ്മയുടെ പൂച്ചക്കുട്ടിയെ മാത്രം ഇച്ചിരി ബോൾഡാക്കിയാൽ മതി കേട്ടോ. രുദ്ര ഗൗതമിയുടെ താടിക്ക് പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ മോൾ അങ്ങനെയൊക്കെ തന്നെ ഇരുന്നാൽ മതി. അവൾ ആ പെൺകുട്ടിയായിട്ട് വളരുന്നത്. എനിക്ക് അവളോട് തന്നെ അല്പം സ്നേഹം കൂടുതലും. നീ പോടി. അവളുടെ കൈ തട്ടി മാറ്റി നേരെ കിച്ചണിലേക്ക് പോയി. അവൾ അങ്ങനെയൊക്കെ പറയും. അച്ഛൻ്റെ ആൺകുട്ടിയല്ലേടി നീ?
നിന്നെ ഞാൻ സ്നേഹിച്ചാൽ പോരെ? ഗൗതമിയുടെ സ്നേഹം എനിക്ക് വേണ്ട. എനിക്കെൻ്റെ വാസുദേവൻ്റെ സ്നേഹമുണ്ട്, എനിക്കത് മതി. ഓ, അച്ഛനും മോളും കൂടെ എന്ത് വേണമെങ്കിലും ആയിക്കോ, ഞാനൊന്നും പറയാൻ വരുന്നില്ലേ, ഗൗതമി അകത്തു നിന്നും വിളിച്ചു പറഞ്ഞു. ഇതെല്ലാം കണ്ട് ചിരിതൂകി നിൽക്കുന്ന ഭദ്രയെ കണ്ട് രുദ്ര എന്തെന്നർത്ഥത്തിൽ പിരികം പൊക്കി ചോദിച്ചതും, നിനക്ക് എന്നും അമ്മയുടെ വായിരിക്കുന്നത് എന്തെങ്കിലും ഒന്ന് കേട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല അല്ലേ രുദ്രേ? അത് നിനക്ക് അറിയാത്തത് കൊണ്ടാ. അമ്മയുടെ വായിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ കേട്ടുകൊണ്ട് പോയില്ലെങ്കിൽ അന്നേ ദിവസം പോക്ക. അമ്മയുടെ വായിരിക്കുന്നതൊക്കെ കേട്ടുകൊണ്ട് പോയി ഒരു പ്രത്യേക എനർജിയാണ്. അന്നത്തെ ദിവസം ഫുൾ പവറാ. അത് നിനക്കറിയില്ല. നീ വല്ലപ്പോഴുമൊക്കെ അമ്മയുടെ വായിരിക്കുന്നതെന്ന് കേട്ടിട്ട് സ്കൂളിലേക്ക് പോയി നോക്കിയേ, അപ്പോൾ നിനക്ക് അതിൻ്റെ ഗുട്ടൻസ് മനസ്സിലാവും. എൻ്റെ പൊന്നോ, എനിക്കൊന്നും അറിയണ്ടായേ, നീയായി നിൻ്റെ എനർജി ഡ്രിങ്കായി. അത്രയും പറഞ്ഞുകൊണ്ട് ഇരുവരും സ്കൂളിലേക്ക് പോയി. സ്കൂളിൽ ചെന്നപാടെ എല്ലാവരും തങ്ങളുടെ വെക്കേഷൻ വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ക്ലാസ്സിലേക്ക് ഒരു ടീച്ചർ വന്നത്. 10ാം ക്ലാസ്സാണ്. നിങ്ങൾ അല്പം കൂടി പക്വതയോടെ ചിന്തിച്ച് പെരുമാറണം. നിങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിൻ്റ് തന്നെയാണ് 10ാം ക്ലാസ്. ഇവിടെ വാങ്ങിക്കുന്ന മാർക്ക് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നിങ്ങളുടെ ഇനിയുള്ള ഭാവി തീരുമാനിക്കുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാൻ ഞാനില്ല. ഇനി നമുക്ക് ക്ലാസ് എടുക്കാം. അങ്ങനെ അന്നേ ദിവസം ക്ലാസ്സും ചിരിയും കളിയുമൊക്കെയായി കടന്നുപോയി. ഭദ്ര വീട്ടിൽ വന്ന് എല്ലാം നല്ല രീതിയിൽ പഠിക്കാൻ തുടങ്ങി. അന്നേക്കുള്ള കാര്യങ്ങൾ എല്ലാം അന്നന്ന് തന്നെ പഠിച്ചുകൊണ്ടിരുന്നു. എന്നാൽ നമ്മുടെ രുദ്രയാണെങ്കിലോ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുട്ടിപ്പട്ടാളങ്ങളുമായി ആ നാട് മൊത്തം ചുറ്റിക്കറങ്ങി തല്ലുകൊള്ളിത്തരം കാട്ടുന്നതാണ് നമ്മുടെ കുട്ടിയുടെ പ്രധാന ഹോബി. വൈകുന്നേരം തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ കൂടി വീടിൻ്റെ ഉമ്മറത്ത് കാണും അവളുടെ പരാതി പറയാനായി. പതിവ് പോലെ കുട്ടിപ്പട്ടാളങ്ങളുമായുള്ള കറക്കമെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയതും വീടിൻ്റെ ഉമ്മറത്ത് നിൽക്കുന്ന ആളെ കണ്ട് അവളൊന്ന് പരിങ്ങി. വാസുദേവനും അടുത്തുണ്ട്. വാസുദേവൻ കണ്ടു രുദ്ര വരുന്നത്. രുദ്രമോളിഞ്ഞ് വന്നേ, ഈ നിൽക്കുന്ന ആളിനെ അറിയാമോ? അയാൾ അല്പം ഗൗരവത്തിൽ രുദ്രയോടായി ചോദിച്ചു. രുദ്ര അറിയാം ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി. എൻ്റെ പൊന്ന് വാസുവേട്ട, വാസുവേട്ടനുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും ഈ കൊച്ചിനോട് പറയാത്തത്. ഏട്ടനറിയാമോ, ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ഭാര്യയ്ക്ക് ചെടികളെന്ന് പറഞ്ഞാൽ ജീവന. അവളുടെ നിർബന്ധപ്രകാരമാണ് അവളെ മൊത്തം റോസാച്ചെടി വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. അതിനിടുന്ന വളവ് മാസാമാസം പ്രത്യേകം ആൾക്കാരെ നിർത്തി വളം ചെയ്ത് പൂക്കൾ വെച്ചേക്കുന്നത്. ആ പൂവെല്ലാം പിച്ച് നശിപ്പിച്ച്, അതുകൂടാതെ കുറേ ചാമ്പങ്ങ, പിന്നെ പൊട്ട് പരുവായ മാങ്ങ എല്ലാം അടിച്ച് നശിപ്പിച്ചിട്ടാണ് ഈ കൊച്ചും അതിൻ്റെ വാനസരംഗവും അവിടെ നിന്നും പോയത്. അത് പിന്നെ ഏട്ടനോട് ഞാൻ ചോദിച്ചല്ലേ മാന്യമായ രീതിയിൽ എനിക്കൊരു റോസാപ്പൂവും കുറച്ച് ചാമ്പങ്ങയും. ഇപ്പോൾ ഏട്ടൻ തരില്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വാശിയായി. അതുകൊണ്ട് ചെയ്തതല്ലേ. ഞാൻ മാന്യമായ രീതിയിൽ ചോദിച്ച് അന്നേരം തന്നായിരുന്നെങ്കിൽ ഇങ്ങനെ വല്ലതും സംഭവിക്കുമായിരുന്നു. ഒരു കൂസലുമില്ലാതെ രുദ്ര അത്രയും പറഞ്ഞതും പിന്നിൽ നിന്നും ഒരടി അപ്പോഴേ പറ്റിയിരുന്നു. അത് ആരെന്നറിയാൻ വേണ്ടി തിരിഞ്ഞു നോക്കിയ ദേഷ്യത്തിൽ കലിതുള്ളി നിൽക്കുന്ന ഗൗതമിയെ കണ്ടതും അവൾ പെട്ടെന്ന് തന്നെ വാസുദേവൻ്റെ പിന്നിലൊളിച്ചു. നീ മര്യാദയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് കയറി വരുന്നോ? ഗൗതമിയുടെ ദേഷ്യത്തിലുള്ള സംസാരം കേട്ട് വന്ന ആൾ, അയ്യോ ചേച്ചി, ആ കൊച്ചിനെ ഒന്നും ചെയ്യണ്ട, ഞാൻ വളമിട്ട് ഇനിയും അതൊക്കെ ഉണ്ടാക്കിയെടുത്തോളാം. ചേച്ചി ആ കൊച്ചിനെ അങ്ങ് വെറുതെ വിട്ടേക്ക്. അയാൾ അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അയാൾ പോകുന്ന നോക്കി നിന്ന അതേ സമയം തന്നെ നമ്മുടെ രുദ്ര പെട്ടെന്ന് തന്നെ അകത്തെ റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്തു. അകത്ത് ഭദ്രയുണ്ട്. ഇന്ന് എന്താണ് മോൾ ഉണ്ടാക്കി വെച്ചിട്ട് വന്നത്? പുറത്ത് ആരോ വന്നതും സംസാരിക്കുന്നതുമെല്ലാം കേട്ടല്ലോ. അവൾ ചുണ്ടും പുളുത്തി ഭദ്രയുടെ അടുത്ത് വന്ന് നിന്ന്, ഞാൻ അല്ലടി ഒന്നും ചെയ്തത്, ആ ഉട്ടാപ്പിയാ ചെയ്തത്. ഉട്ടാപ്പിയോട് അന്നേരം ഞാൻ പറഞ്ഞത് അയാൾ പൂ തന്നില്ലെങ്കിൽ വേണ്ട എന്ന്. ഞാനൊരു പൂ ചോദിച്ചപ്പോൾ അയാൾ തന്നില്ല. അതോ ആ പൂന്തോട്ടം നിറച്ച് റോസാപ്പൂ, അതിൻ്റെ ഭംഗി കണ്ടാ ഞാൻ ചോദിച്ചത്. തരാത്തതിൻ്റെ ദേഷ്യത്തിൽ ഉട്ടാപ്പി കയറി ചെയ്തതാ ഇതെല്ലാം. അതിന് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയതും എനിക്ക്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ലപോലെ നൊന്തടി, ഒന്ന് തടവി പോടി. ഓരോ കുരുത്തക്കേട് ഒപ്പിച്ചുകൊണ്ട് വരും. അമ്മയുടെ കയ്യിൽ നിന്ന് തല്ലി കിട്ടിയാൽ പിന്നെ തടവാൻ ഞാൻ. എനിക്കൊന്നും വയ്യ നിനക്ക് തടവി വരാം. അല്ലെങ്കിലും ഭദ്രയ്ക്കിപ്പോൾ പഴയതുപോലെ എന്നോട് ഒട്ടും സ്നേഹമില്ല. മോളെ രുദ്രയെ പഴയ സെൻറ്റി ഒന്നും ഏൽക്കുന്നില്ല. അതുകൊണ്ട് മോള് പോയി കുളിക്കാൻ നോക്ക്. അടുത്ത് വന്നിട്ട് വിയർപ്പിൻ്റെ നാറ്റം അടിച്ചിട്ട് നിൽക്കാൻ വയ്യ. എന്നിട്ട് വന്നിരുന്ന് നാളത്തെ അസൈൻമെൻറ്റ് എഴുതി റെഡിയാക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ ആ സാറ് പിടിച്ച് നിന്നെ പുറത്താക്കും.
ഓ, പറഞ്ഞ പോലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, നീ എഴുതിയോ? ഞാൻ എഴുതി, എല്ലാം പ്രിപ്പയർ ചെയ്ത്. എന്നാൽ എനിക്കും കൂടെ ഒന്ന് എഴുതിത്താ. വേണമെങ്കിൽ എഴുതടി അത്. ഭദ്രയുടെ ആട്ട് കിട്ടിയതും രുദ്ര പെട്ടെന്ന് തന്നെ വാഷ്റൂമിൽ കയറി ഫ്രഷായി പുറത്തിറങ്ങി. പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള ഹോംവർക്കും അസൈൻമെൻറ്റും എല്ലാം റെഡിയാക്കി ഡൈനിങ് ഏരിയയിൽ ചെന്നിരുന്നു. എല്ലാവരും ആഹാരം കഴിക്കാൻ ഡൈനിങ് ഏരിയയിൽ വന്നിരുന്നതും ഗൗതമി അല്പം ഗൗരവത്തിൽ തന്നെ എല്ലാവർക്കും ആഹാരം വിളമ്പി. കഴിക്ക്, നാളെ ഇനി ആരുടെ മാവില തേങ്ങയില കയറേണ്ടതെന്ന് ആലോചിക്ക്. അതിന് ആരോഗ്യം വേണ്ടേ? അവരുമായിട്ട് വഴക്കിടാനായാലും അവരുടെ മാവിൽ കയറുന്നതിനൊക്കെ. കഴിക്ക്. അവർ അല്പം ഗൗരവത്തോടെ അവളോടായി പറഞ്ഞു. അമ്മ, ഞാനല്ല ഉട്ടാപ്പിയാ ചെയ്തത്. ഉട്ടാപ്പിയാലും കുട്ടാപ്പിയാലും ചെയ്ത ഇപ്പോൾ കുറ്റം വന്നത് നിൻ്റെ പുറത്തല്ലേ? നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ കുഞ്ഞു പിള്ളേരുടെ കൂടെ നടക്കരുതെന്ന്. അവർ ചെയ്യുന്ന കുറ്റങ്ങൾക്കും നീയല്ലേ ഇപ്പോൾ കേൾക്കുന്നത്? അമ്മ, ഞാനിനി ആ കുഞ്ഞു പിള്ളേരുടെ കൂടെ കളിക്കാൻ പോവില്ല, സത്യം, ഉറപ്പ്. അത്രയും പറഞ്ഞ് ഗൗതമിയുടെ കയ്യിൽ പിടിച്ച് തന്നോട് ചേർത്തിരുത്തി ഒരുരുള ചോറ് അവർക്ക് നേരെ നീട്ടി. അവർ അവളെ ഒന്ന് നോക്കി ഉരുളയിലേക്ക് നോക്കി ചെറുചിരി തൂകി അവളുടെ കയ്യിൽ നിന്നും ആ ചോറ് വാങ്ങി കഴിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന വാസുദേവൻ അവളെ നോക്കി ഒന്ന് തലയാട്ടി ചിരിച്ചു. ഉവേ, ഞാനിതൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നർത്ഥം വെച്ചുള്ള ചിരിയും തലയാട്ടില്ല. അതേ അവസ്ഥ തന്നെയായിരുന്നു ഭദ്രയുടെയും. എന്നാൽ അവർക്ക് രണ്ടുപേർക്കും മാത്രമല്ല, ഗൗതമിക്കും അറിയാം ഇവൾ ഈ പറയുന്നതേ ഉള്ളൂ. അവൾക്ക് ആ കുഞ്ഞിപ്പിള്ളേരില്ലാതെ മറ്റൊരു ലോകമില്ലെന്ന്. ഡിബേറ്റ്, പ്രോജക്റ്റ്, അസൈൻമെൻറ്റ്, എക്സാം, ടെസ്റ്റ് പേപ്പർ, അങ്ങനെ വേണ്ടുന്ന നീണ്ട ലിസ്റ്റുമായി ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം രുദ്രയും ഭദ്രയും ക്ലാസ്സിലേക്ക് കയറി. കുറേ സമയം കഴിഞ്ഞതും ഒരു പെൺകുട്ടി ക്ലാസ്സിലേക്ക് അതീവ ദേഷ്യത്തോടെ വന്ന് ഭദ്രയുടെ മുടിക്കുത്തിന് പിടിച്ച് അവളെ തള്ളി താഴേക്കിട്ടു. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് രുദ്ര ക്ലാസ്സിലേക്ക് കയറി വന്നത്. വൈഷ്ണവി, അവൾ ഉറക്കെ വിളിച്ചതും രുദ്രയെ മുന്നിൽ കണ്ട് വൈഷ്ണവി ഒന്ന് പതറി. എങ്കിലും തൻ്റെ ഉള്ളിൽ നുരഞ്ഞു പൊങ്ങിയ ദേഷ്യം ഒട്ടും തന്നെ വിടാതെ നിലത്ത് കിടക്കുന്ന ഭദ്രയെ വീണ്ടും അവൾ കൈ പിടിച്ച് ഉയർത്തി അവൾക്ക് നേരെ കൈ ഉയർത്തിയതും രുദ്ര വൈഷ്ണവിയുടെയും ഭദ്രയുടെയും ഇടയിൽ കയറി. നീ എന്തിനാ ഭദ്രയെ അടിക്കുന്നത്? അതിന് കാരണം പറഞ്ഞതിന് ശേഷം മതി. ഇനി അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ അവളെ ഇത്രത്തോളം ഉപദ്രവിക്കുന്നത്? എനിക്കതിൻ്റെ റീസൺ അറിയണം. നിനക്കറിയണം അല്ലേ? ഞാൻ വർഷങ്ങളായി എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളുണ്ട്. അവൻ ഇന്നലെ ഇവളെ കണ്ടു. ഇവളോട് ഒരുപാട് ഇഷ്ടം തോന്നിയത്രേ. ഇപ്പോഴെന്നെ വേണ്ട, ഇവളെ മതിയെന്ന് അയാൾ എൻ്റെ മുഖത്ത് നോക്കി ഇന്ന് പറഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, ഇന്നലെ എന്നെ ഇവിടെ കൊണ്ടുവിടാൻ വന്ന് എൻ്റെ കസിൻ ഇവളെ കണ്ടു. അവളെ മതി. എല്ലാവരെയും ഇങ്ങനെ ആകർഷിക്കാൻ ഇവളുടെ കയ്യിൽ എന്താ ഉള്ളത്? എന്ത് കൂടുപാത്രം ചെയ്തിട്ടാ കാണുന്ന ആണുങ്ങളെല്ലാം ഇവളുടെ പിന്നാലെ പോകുന്നത്? എനിക്കതറിയണം. അത്രയും പറഞ്ഞ് രുദ്രയെ തട്ടിമാറ്റി ഭദ്രയ്ക്ക് നേരെ പോയതും രുദ്ര ഭദ്രയെ പിടിച്ച് അവൾ എങ്ങനെയാണോ നിലത്തിട്ടത് അതുപോലെ തന്നെ അവളുടെ മുടിക്കുത്തിന് പിടിച്ച് അവളെ പിടിച്ച് പിന്നിലേക്ക് തള്ളി. നേരെ ചെന്ന് അവൾ നിലത്തേക്ക് വീണു. അവളുടെ രണ്ട് കൈയുടെ മുട്ടിൽ നിന്നും തോല് പോവുകയും തല ചെറുതായി ചെന്ന് ഇടിച്ച് അവിടെ നിന്നും ചെറുതായി രക്തം കിനിയാനും തുടങ്ങി. അത് കണ്ടു നിന്ന അവളുടെ കൂട്ടുകാർ അവളെ പെട്ടെന്ന് തന്നെ പിടിച്ച് സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുപോയി അവളുടെ മുറിവിലെല്ലാം മരുന്ന് വെച്ച് തിരികെ ക്ലാസ് റൂമിലെത്തിച്ചു. അവൾക്ക് തൊട്ടു പിന്നാലെ തന്നെ ക്ലാസ് ടീച്ചറും ഉണ്ടായിരുന്നു. കയ്യിൽ ചൂരലുമായി വന്ന് രുദ്രയെ തലങ്ങും വിലങ്ങും തല്ലി. അതിനുശേഷം അവൾക്ക് പണിഷ്മെൻറ്റ് കൂടി നൽകി. ഉച്ചയ്ക്ക് ശേഷം PTA മീറ്റിംഗ് ഉണ്ടല്ലോ, നിൻ്റെ അമ്മ ഇഞ്ഞ് വരട്ടെ, ഞാനിത് പറയുന്നുണ്ട് എന്നൊരു വാണിംഗ് കൂടി കൊടുത്തു. കുറേ സമയം കഴിഞ്ഞതും ഓരോരുത്തരുടേതായ രക്ഷിതാക്കൾ വരാൻ തുടങ്ങി. എല്ലാവരും വന്ന് കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് രുദ്രയുടെയും ഭദ്രയുടെയും അമ്മ ഗൗതമി ക്ലാസ് റൂമിലേക്ക് വരുന്നത്. ക്ലാസ് റൂമിലേക്ക് വന്ന ഗൗതമിയെ ക്ലാസ് ടീച്ചർ തങ്ങളുടെ അടുത്തേക്ക് വിളിച്ച് ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഗൗതമിക്ക് അത് കേട്ടപ്പോൾ നാണക്കേടും അതിയായ ദേഷ്യം തോന്നി. ഗൗതമി തിരിഞ്ഞ് രുദ്രയും ഭദ്രയും തൻ്റെ അടുത്തേക്ക് വിളിച്ചു. രുദ്ര തല താഴ്ത്തി നിൽക്കുന്നു. ഭദ്ര കണ്ണു നിറച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ഗൗതമിക്ക് എന്തോ ഒരു സംശയം പോലെ തോന്നി. ഭദ്രയോട് കാര്യങ്ങൾ തിരക്കി. ഭദ്ര ക്ലാസ്സിൽ നടന്ന എല്ലാ കാര്യങ്ങളും കേട്ടപ്പോൾ ടീച്ചർമാരും അപ്പോഴാണ് സത്യാവസ്ഥ അറിയുന്നത്. തങ്ങൾ ഇതൊന്നും അറിയാതെയാണല്ലോ രുദ്രയെ തല്ലിയത് എന്ന് ആലോചിച്ചപ്പോൾ അവർക്ക് വല്ലാത്ത ഒരു വിഷമം തോന്നി. രുദ്രയെ നോക്കി. എന്നാൽ അവിടെ ഇതൊന്നും കൂസാതെ തന്നെ ഗൗതമിയെ നോക്കി നിൽക്കുകയായിരുന്നു. ടീച്ചറെ, എൻ്റെ മകൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവളുടെ കൂടപ്പറപ്പിനെ മറ്റൊരാൾ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായി എല്ലാവരും ചെയ്യുന്ന അതേ കാര്യം തന്നെ അവളും ചെയ്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്കറിയാത്ത മറ്റൊരു കാര്യമുണ്ട്. ഈ നിൽക്കുന്ന ഭദ്രയെ എന്തൊരു സംഭവവും എന്തൊരു പ്രശ്നവും അലട്ടിയാൽ
അതിന് പരിഹാരം കാണുന്നത് രുദ്രയായിരിക്കും. അത് ജനിച്ച അന്നു മുതലേ ഇങ്ങനെ തന്നെയാണ്. രുദ്ര ഭദ്രയുടെ കണ്ണും നിറയാതെ തന്നെ അവൾക്കൊരു കാവലായി എല്ലാ പ്രശ്നത്തിൽ നിന്നും അവളെ സംരക്ഷിച്ച് നിർത്തുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അവൾ എങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കും? അങ്ങനെയുള്ള ഇവളുടെ കണ്ണ് നിറഞ്ഞിട്ടും ഇവൾ ഇപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടല്ലോ. അത് തന്നെ വലിയ കാര്യമാണ്. ഇവൾ എല്ലാവരോടും ഇങ്ങനെയല്ല പ്രതികരിക്കുന്നത്. അതിന് ഒരു കാരണമുണ്ട്. അവൾ പ്രണയിക്കുന്ന ആളുടെ നഷ്ടപ്പെട്ട വിഷമം ഉള്ളതുകൊണ്ടും അത് ഇവളുടെ പുറത്ത് തീർത്തതാണെന്നും മനസ്സിലാക്കി തന്നെയാണ് അവൾ ഒന്നും ചെയ്യാതെ ഇവളെ വെറുതെ വിട്ടത്. എന്നാൽ ഒരു ഭാഗം മാത്രം കേട്ട് എൻ്റെ കുഞ്ഞിനെ ഇത്രത്തോളം ഉപദ്രവിച്ച നിങ്ങളെ ഞാൻ എന്ത് വേണം? നിങ്ങളെയൊക്കെ ടീച്ചറെന്ന് എന്തർത്ഥത്തിൽ ഞാൻ വിളിക്കണം? നിങ്ങളുടെയൊക്കെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ സഹതാപം തോന്നുന്നു. കുട്ടികളെ ഞങ്ങൾ രക്ഷിതാക്കൾ നിങ്ങളെ വിശ്വസിച്ചല്ലേ ഇങ്ങോട്ട് വിടുന്നത്. നിങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ ഓരോന്ന് ചെയ്യുന്നു. ഉള്ളിൽ തികട്ടി വന്നതെല്ലാം അധ്യാപകരുടെ മുന്നിൽ പറഞ്ഞ് അവരുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ തൻ്റെ 2 പെൺമക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഗൗതമി ക്ലാസ് റൂം വിട്ട് പുറത്തേക്കിറങ്ങി. ജോലിയെല്ലാം കഴിഞ്ഞ് തിരികെ വന്ന വാസുദേവനോട് ഇന്ന് സ്കൂളിൽ നടന്ന വിശേഷങ്ങളെല്ലാം ഗൗതമി പറഞ്ഞു കൊടുത്തിരുന്നു. ഗൗതമി പറയുന്നത് കേട്ട് അയാൾക്കൊരു അത്ഭുതമായിരുന്നു. കാരണം ഭദ്രയുടെ കണ്ണ് നിറച്ചിട്ടും അവൾ ഒന്നും ചെയ്യാതെ അവളെ ചെറുതായി ഒന്ന് തെള്ളിയിട്ടത് മാത്രമേ ചെയ്തതിൽ അവൾക്ക് എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. നീ എന്തായാലും വഴക്ക് പറഞ്ഞിട്ടായിരിക്കും അവൾക്ക് ഈ മാറ്റം വന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ തങ്ങളുടെ മക്കളെ കാണാനായി ചെന്നു. എന്തോ ആലോചിച്ചിരിക്കുന്ന രുദ്രയും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭദ്രയും കണ്ട് അയാളുടെ ചുണ്ടിൽ ഒരു ചിരി തെളിഞ്ഞു. ഇവൾ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. ഇവൾ ആ പഴയ രുദ്ര തന്നെയാണ്. അയാൾ റൂമിലേക്ക് കയറി അവളുടെ അടുത്തേക്ക് ചെന്ന്, എന്താണ് അച്ഛൻ്റെ ആൺകുട്ടി ഇരുന്ന് ചിന്തിക്കുന്നത്? ഏയ് ഒന്നുമില്ല, അവൾക്ക് കൊടുത്തത് അല്പം കുറഞ്ഞു പോയോ എന്നൊരു സംശയം. അവൾ അറിയാതെ തന്നെ അച്ഛനോടായി പറഞ്ഞു. ആർക്ക് കൊടുത്തത്? അയ്യോ, അവൾ ഒന്ന് പറഞ്ഞതും ഭദ്ര ചിരിച്ചു. നീ അയ്യോ ഒന്നും പറയണ്ട, ഞാൻ അറിഞ്ഞു. നിൻ്റെ അമ്മ എന്നോട് പറഞ്ഞു ഇന്നത്തെ വീരസാഹസ്യ കഥകൾ. അത് അച്ഛാ, ഇവളെ കണ്ണ് നിറച്ച് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. ഞാനൊന്നും ചെയ്തില്ല, ഒന്ന് പിടിച്ച് തെളി. പിന്നെ തറയിൽ ഒരഞ്ഞ് മുട്ടൊക്കെ ഇച്ചിരി പോയെന്നല്ല, വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. എന്ത് പറ്റി ഇന്ന് അവളെ വെറുതെ വിടാൻ? അത് പിന്നെ അവളെ സ്നേഹിക്കുന്ന ചെറുക്കൻ ഇവളെ കണ്ട് ഇവളുടെ ഭംഗി കണ്ട് ഇവളെ മതിയെന്ന് പറഞ്ഞാൽ പിന്നെ ഏതവളായാലും ഇവക്കിട്ട് 2 എണ്ണം പൊട്ടിക്കില്ലേ? പിന്നെ അവളുടെ ദേഷ്യം തീരുന്ന ഇവളെ അടിച്ചോണ്ടായതുകൊണ്ട് ഞാൻ അങ്ങ് ക്ഷമിച്ചു കൊടുത്തന്നേ ഉള്ളൂ. ഒരു കണ്ണിറുക്കി വാസുദേവനെ കാട്ടിക്കൊണ്ട് രുദ്ര പറഞ്ഞു. ഭദ്ര അപ്പോഴേക്കും ചുണ്ട് പുറത്തേക്ക് ഉന്തി ഒരു കെറുവോടെ അവളെ നോക്കിയിരുന്നു. അപ്പോൾ എന്നെ ആര് തല്ലിക്കൊന്നാലും നിനക്ക് കുഴപ്പമില്ല? ഇങ്ങനെയൊക്കെ കാര്യം പറഞ്ഞു വന്ന് ഞാൻ അയാളെ കണ്ടിട്ടുണ്ടോ? പോട്ടെ, ഞാൻ അയാളോട് ഇഷ്ടം പറഞ്ഞു, അവൾ എന്നെ അടിക്കാൻ? അതൊന്നും ആലോചിച്ചില്ലല്ലോ നീ. നമുക്ക് 2 എണ്ണം കൂടെ കിട്ടണം. എന്നാൽ മോള് പോയി കൊടുത്തിട്ട് വാ. എനിക്ക് പേടിയാ. നീ കൊടുക്കുകയാണെങ്കിൽ അത് കണ്ടു നിൽക്കാം. എന്താ രസം. എന്നിട്ട് ആ പൂതന ടീച്ചറിനെ അടിച്ചിട്ട് പോലും നീ ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. നീ കണ്ണു നിറച്ച് അന്നേരം നോക്കി. അത് പിന്നെ അവർ ചോദിച്ചില്ലല്ലോ സത്യാവസ്ഥ. അവർ ചോദിക്കുവാണെങ്കിൽ പറയാം. അയ്യോ, എനിക്ക് അടി കൊള്ളുന്നത് കണ്ടു നിന്നിട്ട് അവർ ചോദിക്കുന്ന കാത്തു നിന്ന് നിനക്ക് നാണമുണ്ടോടി പറയാൻ? അവർ 2 പേരും വഴക്ക് കൂടാൻ തുടങ്ങിയതും വാസുദേവൻ ഇടയിൽ കയറി. മതി നിർത്ത്, ഇരുന്ന് പഠിക്കാൻ നോക്ക്. അത്രയും പറഞ്ഞ് അയാൾ പുറത്തേക്ക് പതിവ് പോലെ സ്കൂളിലേക്ക് റെഡിയായി പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോഴാണ് മാതാശ്രീയുടെ അടുക്കളയിൽ നിന്നും അശരീരി. ഈ കൊല്ലത്തെ കോട്ട തീർന്ന്. ഇനി മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി പഠിച്ചോണം, നല്ല മാർക്ക് വാങ്ങിക്കോണം. അടുത്ത വർഷം ഡൊണേഷനൊന്നും കൊടുക്കാതെ +2 അഡ്മിഷൻ വാങ്ങിയും വേണം. 2ൻ്റെയും ആഗ്രഹം പോലെ തന്നെ പഠിക്കണമെങ്കിൽ. എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല 2നെയും ഡൊണേഷൻ കൊടുത്ത് പഠിപ്പിക്കാൻ. അതിന് അമ്മയോട് ആര് പറഞ്ഞു ഡൊണേഷൻ കൊടുക്കണമെന്ന്? ഞങ്ങളുടെ അച്ഛൻ കൊടുത്തോളും. അല്ലെങ്കിലും നിന്നെ 2നെയും വഷളാക്കുന്ന ആ മനുഷ്യനെ അങ്ങേർക്കിട്ട് വേണം ആദ്യം തല്ലു കൊടുക്കേണ്ടത്. നിന്നെ 2നെയും ഇത്രത്തോളം വഷളാക്കുന്നതിന്. അതും പിറുപിറുത്തുകൊണ്ട് അവർ അകത്തേക്ക് പോയി. ഇതെല്ലാം കേട്ടുകൊണ്ട് വാസുദേവൻ പുറത്തുണ്ട്. ഇനി അവളുടെ കയ്യിൽ നിന്ന് എനിക്കും കൂടെ തല്ലി നീ 2 വാങ്ങി തരുമോ? ഇതൊക്കെ ചുമ്മാ അല്ലേ. ഗൗതമിയൊന്നും അച്ഛനെ അടിക്കില്ല. അതുകൊണ്ട് അച്ഛൻ ധൈര്യമായിട്ട് അകത്തേക്ക് പോക്കോ. ഞങ്ങൾ എന്തായാലും സ്കൂളിലേക്കൊന്ന് പോയിട്ട് വരട്ടെ. എടി, അവൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഈ വർഷത്തെ കോട്ട തീർന്ന്. ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടാക്കിയാൽ നിനക്ക് വീടിൻ്റെ പടി പോലും ചവിട്ടാൻ, അല്ലെങ്കിൽ ഈ പടി ഇറങ്ങാൻ പോലും പറ്റത്തില്ല. അവൾ മുട്ടുകാൽ ചിലപ്പോൾ തല്ലി ഓടിച്ചെന്ന് വരും. ഏയ്, അങ്ങനെയൊന്നും ചെയ്യില്ല. ചെയ്യുമോ? അവൾ വാസുദേവനോടായി ചോദിച്ചു.
അവൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തിരിക്കും. മോളത് നോക്കത്തില്ല. എങ്കിൽ ഡീസൻ്റ് ആയേക്കാം അല്ലേ? ആകുന്നതാ നല്ലത്. ഭദ്രയും അവർക്കൊപ്പം ചേർന്ന് പറഞ്ഞു. എന്നാൽ നന്നായേക്കാം. അത്രയും പറഞ്ഞ് രുദ്ര മുന്നോട്ട് നടന്നു. ദിവസങ്ങൾ വീണ്ടും ആരെയും കാത്തു നിൽക്കാതെ കടന്നുപോയി. ഇനി എക്സാമിന് 3 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ ഭദ്ര തകർത്ത് പഠനമാണ്. എന്നാൽ രുദ്ര ആ ഏരിയയിലേക്ക് പോലും തിരിഞ്ഞു നോക്കാതെ കുട്ടിപ്പട്ടാളവുമായി കളിച്ചു നടക്കുക. തിരിച്ച് വീട്ടിലേക്ക് വന്നു കയറിയ രുദ്രയോട് ഇനി 2 ആഴ്ച എക്സാം വന്ന് തലയ്ക്കൽ കയറിയിട്ട് നിനക്ക് പഠിക്കണമെന്ന് എന്തെങ്കിലും ബോധമുണ്ടോ രുദ്രേ? ഈ പ്രാവശ്യത്തെ എക്സാം ആയിരിക്കും ഭാവിയിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. നിനക്ക് ഓർമ്മയുണ്ടല്ലോ? എൻ്റെ അമ്മ ഇതൊക്കെ എനിക്കറിയാം, ഞാൻ പഠിച്ചോളാം. പറ്റത്തില്ല, നാളെ തൊട്ട് പഠിച്ചേ പറ്റൂ. രുദ്രയ്ക്ക് ഒരു സമാധാനവും കൊടുക്കാതെ ഗൗതമി അവളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തതിൻ്റെ ഭാഗമായി എക്സാമിന് 2 ആഴ്ച മുൻപ് തന്നെ കുട്ടി പഠിക്കാൻ തുടങ്ങി. കുട്ടി പിന്നെ പഠിക്കാനിരുന്നാൽ മറ്റൊന്നും ആലോചിക്കാനോ ചിന്തിക്കാനോ നിൽക്കാറില്ല. പഠനത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് അങ്ങനെ തന്നെ പോകും. ഭദ്ര അന്നേക്കുള്ള കാര്യങ്ങൾ അന്നന്ന് പഠിക്കുന്നതും രുദ്ര എക്സാമിന് 2 ആഴ്ച മുൻപേ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിക്കുന്നതും ഒരേപോലെ തന്നെ. മാർക്ക് വരുമ്പോൾ 2 പേർക്കും 1-2 മാർക്കിൻ്റെ വ്യത്യാസത്തിൽ മാർക്ക് കുറവേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യം ഗൗതമി അവൾക്ക് സൗകര്യം കൊടുക്കാതെ തന്നെ നന്നായി പഠിക്കണമെന്ന് വാശി കയറ്റി അവളെ പഠിപ്പിക്കാനിരുത്തിയത്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. 2 ആഴ്ചയ്ക്ക് ശേഷം അവരുടെ പബ്ലിക് എക്സാമും എത്തി. എക്സാം എല്ലാം നല്ല രീതിയിൽ 2 പേരും അറ്റൻഡ് ചെയ്ത് തിരിച്ച് വീട്ടിലെത്തി. അന്നേ ദിവസം തൊട്ട് നമ്മുടെ കുട്ടി വീണ്ടും ഊര് തണ്ടാനിറങ്ങി ആ കുട്ടിപ്പട്ടാളങ്ങളുമായി. വെക്കേഷൻ അങ്ങനെ അടിച്ചു പൊളിച്ച് കുട്ടിപ്പട്ടാളങ്ങളുമായി നടക്കുന്ന സമയത്താണ് തങ്ങളുടെ വീടിനപ്പുറത്ത് ഒരു ഇരുനില വീട് പൂട്ടിയിട്ടേക്കുന്നതും അവിടെ പതിവില്ലാത്ത കൂടെ വൃത്തിയാക്കാൻ ആൾക്കാർ വരുന്നതും അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവളത് കാര്യമാക്കില്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് വൃത്തിയാക്കുന്നത് താൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ വൃത്തിയാക്കാൻ വന്നതാണെന്ന് കരുതി അവൾ തൻ്റെ കുട്ടിപ്പട്ടാളങ്ങളുമായി പാടത്തേക്ക് പോയി. പാടത്ത് ക്രിക്കറ്റ് കളിയാണ്, എല്ലാം ബോറടിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്നു മുതൽ നമുക്ക് ഫുട്ബോൾ കളിച്ചാൽ എന്താ എന്ന് ഒരു ആശയം അവൾ ചോദിച്ചു. കുട്ടിപ്പട്ടാളങ്ങളെല്ലാം അതിന് അനുവാദം കൊടുക്കുകയും ചെയ്തു. പിന്നീട് പാടത്തൂടി ഓടി നടന്ന് ഫുട്ബോൾ കളിയായിരുന്നു. ഫുട്ബോൾ കളി നല്ല രസം പിടിച്ച് വന്ന് ആവേശം മൂത്ത് രുദ്രയ്ക്കടുത്തേക്ക് വന്ന ഫുട്ബോൾ കാലുകൊണ്ട് നല്ലൊരു തട്ട് കൊടുത്തു. അത് നേരെ റോഡിലൂടെ പോകുന്ന ഒരു ബൈക്കുകാരൻ്റെ പുറത്ത് തന്നെ വന്ന് തട്ടി. അയാളുടെ പുറത്ത് തട്ടിയതും അയാൾ ബൈക്ക് നിർത്തി ചുറ്റും നോക്കിയപ്പോൾ പാടത്തൂടി കുട്ടിപ്പട്ടാളങ്ങളെല്ലാം 4 വശത്തേക്ക് മൂടി. പന്ത് തട്ടിയ രുദ്ര ആ ബൈക്കുകാരനെ തന്നെ നോക്കി നിന്നു. നല്ല തൂവെള്ള ഷർട്ടിൽ ഫുട്ബോളിൽ ചെളിയുമായി നന്നായി സ്റ്റിക്കർ പോലെ പതിഞ്ഞിരിക്കുന്നു. അവൾ പതിയെ അയാളുടെ അടുത്തേക്ക് ചെന്ന് സോറി, ഒരാവേശത്തിന് തട്ടിയപ്പോൾ ചേട്ടൻ വരുന്നത് കണ്ടില്ല, അതുകൊണ്ടാ സോറി. നീക്ക് പെണ്ണാന്നോടി ഫുട്ബോൾ കളിക്കാൻ കൊച്ചു പിള്ളേരുടെ കൂടെ ഇങ്ങനെ വയലിൽ നടക്കുന്നു. നിൻ്റെയൊക്കെ വീട്ടിൽ തന്തയും തള്ളയും ഒന്നുമില്ലേ? നിന്നെയൊക്കെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുവാണോ? അയാൾ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. ഞാൻ തന്നോട് സമാധാനത്തെ നല്ല രീതിയിൽ തന്നെയല്ലേ സംസാരിച്ചത്? താനെന്തിനാ എൻ്റെ വീട്ടിലിരിക്കുന്നത് എൻ്റെ അച്ഛനെയും അമ്മയും പറയുന്നത്? അത്രയും പറഞ്ഞ് താഴെ കിടന്ന ഫുട്ബോളും എടുത്ത് അവൾ തിരിഞ്ഞു നടന്നു. മോൾ അങ്ങനെ അങ്ങ് പോയാലോ? എൻ്റെ ഈ ഷർട്ട് കഴുകി തന്നിട്ട് പോയാൽ മതി. താൻ പോയി തൻ്റെ പെണ്ണുമ്പിള്ളയോട് പറയടോ തൻ്റെ ഷർട്ട് കഴുകാൻ. താൻ മാന്യമായ രീതിയിലാണ് എന്നോട് സംസാരിച്ചെങ്കിൽ തൻ്റെ ഷർട്ട് ഞാൻ കഴുകി തന്നേനെ. ഇനി എനിക്ക് സൗകര്യമില്ല, താൻ കൊണ്ടൊന്ന് കേസ് കൊടുക്കുക. അത്രയും പറഞ്ഞ് അവൾ ഫുട്ബോളുമായി ആ പാടവരമ്പത്തൂടി നടന്നു നീങ്ങി. അവളെ തന്നെ നോക്കി നിന്ന് അവൻ അരിശത്തോടെ തറയിൽ 2 ചവിട്ടും കൊടുത്ത് ബൈക്കെടുത്ത് മുന്നോട്ട് നീങ്ങി. അവൾ ഓരോന്നും പിറുപിറുത്ത് ആ ബൈക്കുകാരനെ ചീത്തയും പറഞ്ഞ് തൻ്റെ വീടിനടുത്ത് എത്തിയപ്പോഴാണ് ആ ഇരുനില വീടിൻ്റെ മുന്നിൽ നിൽക്കുന്ന ദാമോദരൻ ചേട്ടനെ കാണുന്നത്. ദാമോദരൻ ചേട്ടോ കൂയ്, അവൾ അയാളെ വിളിച്ചു. അയാൾ തിരിഞ്ഞു നോക്കാതെ എൻ്റെ കാന്താരി വന്നോ? ഞാനിപ്പം മനസ്സിൽ കരുതിയതേ ഉള്ളൂ. ഞങ്ങളിവിടെ ജോലിക്ക് വന്നിട്ട് ഇതുവരെ എന്താ ഇങ്ങനെ ഒരു വിളി വരാഞ്ഞേ എന്ന്. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ തിരിഞ്ഞ് അവളെ അടിമുടിയോ നോക്കി. നീ എവിടെ പോയിട്ട് വരുവാടി കാന്താരി? വയൽ ഇളക്കി മറിക്കാൻ പോയതാണോ? അതെന്താ ഏട്ടാ ഇങ്ങനെ ചോദിക്കുന്നത്? നിൻ്റെ ഈ കോലം കണ്ടുകൊണ്ട് ചോദിച്ചാൽ. അതോ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ആ പാടത്ത് കിടന്ന് ഫുട്ബോൾ കളിക്കുമായിരുന്നു. നിൻ്റെ ഫ്രണ്ട്സ്, അതുമായി ഇത്തിരി പോന്ന കുഞ്ഞുങ്ങൾ. നിനക്ക് നാണമില്ലോടി? നിന്നേക്കാൾ എത്ര വയസ്സിന് ഇളയതുങ്ങൾ അതിൻ്റെ കൂടെ. അവരുടെ കൂടെ കളിക്കാനേ പറ്റൂ ഏട്ടാ. അല്ലാതെ എൻ്റെ പ്രായത്തിലുള്ള പിള്ളേരെ എങ്ങാണ്ട് വിളിച്ചാൽ അതുങ്ങൾ വരുമോ?
ഞങ്ങളുടെ വീട്ടിലൊരെണ്ണം ഇരിക്കുന്നുണ്ടല്ലേ, വീടിന് പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ തന്നെ അമ്മയോ അച്ഛനോ ആരെങ്കിലും വേണം. അവൾ ആ വീടിന് പുറത്തോട്ട് ഇറങ്ങുന്നത് തന്നെ ഒന്നെങ്കിൽ അമ്പലത്തിലേക്ക് അല്ലെങ്കിൽ കടയിൽ പോയി എന്തെങ്കിലും സാധനം. അല്ലാതെ നിങ്ങൾ ആരെങ്കിലും അവളെ പുറത്തൊക്കെ കണ്ടിട്ടുണ്ടോ? അതിനും കൂടെ നീ ഇറങ്ങി നടക്കുന്നുണ്ടല്ലോ, പിന്നെന്തിന് ഇനി അവൾ ഇറങ്ങി നടക്കുന്നേ? ദാമോദരൻ അവളെ കളിയാക്കി എന്ന രീതിയിൽ സംസാരിച്ചു. ചേട്ടാ വേണ്ട കേട്ടോ, ദോ ഗൗതമി അവിടെ നിൽപ്പുണ്ട്, നിന്നെയും കാത്ത്, നിനക്കുള്ളത് അവൾ വെച്ചിട്ടുണ്ട്. അത്രയും പറഞ്ഞ് അവൾ തൻ്റെ വീടിൻ്റെ മുറ്റത്തേക്ക് നോക്കിയപ്പോൾ പറഞ്ഞതുപോലെ ശരിയാ, ഗൗതമി അവിടെ നിൽപ്പുണ്ട്. അയ്യോ, ഇന്ന് പണി പാളുമല്ലോ. അപ്പോഴാണ് ആ വീടിൻ്റെ മുന്നിലൂടെ വാസുദേവൻ പോകുന്നത് അവൾ കണ്ടത്. എന്നാ ദാമോദരൻ ചേട്ടാ പോട്ടെ, വാസുവേട്ടൻ പോകുന്നുണ്ട്. ഞാൻ എന്തായാലും വാസുവേട്ടൻ്റെ ഒപ്പം തന്നെ വീട്ടിലേക്ക് കയറട്ടെ, ഇല്ലെങ്കിൽ ഇന്ന് ഗൗതമി എന്നെ റോസ്റ്റ് അടിച്ച് ഫ്രൈ ചെയ്ത് തിന്നും. പോട്ടെ, ബായ്. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും വാസുദേവൻ്റെ പിന്നാലെ വെച്ച് പിടിച്ചു. വാസുദേവൻ്റെ ഒപ്പം ചെന്ന്, നീ ഇതെവിടെ പോയിട്ട് വരുമോ കൊച്ചേ? അത് അച്ഛാ, ഇന്ന് വയലിൽ ഫുട്ബോൾ കളിയായിരുന്നു, ഞാൻ പോയി കളിച്ചിട്ട് വന്നപ്പോൾ ഈ കോലമായി. ഗൗതമി ഇതോ അവിടെ വാതിലിൽ തന്നെ നിൽപ്പുണ്ട്. അതിനല്ലേ ഞാൻ ഗൗതമിയുടെ സ്വന്തം വാസുവേട്ടനെ കൂട്ടുപിടിച്ച് ഇങ്ങനെ കയറുന്നത്. ഈ പ്രാവശ്യം നീ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നില്ല, നിൻ്റെ ഈ കോലം കണ്ടിട്ട്. അതിനൊക്കെ പണിയുണ്ട്, വാസുവേട്ടൻ വാ. അവൾ തൻ്റെ അച്ഛൻ്റെ കൈയും പിടിച്ച് അകത്തേക്ക് കയറി. അവളുടെ കോലം കണ്ടതും ഉമ്മറത്ത് ഒരു സൈഡിൽ ചാരി വെച്ചിരുന്ന വടി ഗൗതമി കയ്യിലെടുത്ത്, എൻ്റെ പൊന്നമ്മയെ അടിക്കല്ലേ, ഒരു സംഭവം നടന്നു, അതൊന്ന് പറയട്ടെ. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഇനി വേറെ ആരെങ്കിലും വന്ന് പറഞ്ഞ് എനിക്ക് വയ്യ അടികൊള്ളാൻ. അവൾ മുൻകൂർ ജാമ്യമെടുത്തു. അവളുടെ പറച്ചിൽ കേട്ടുകൊണ്ട് അകത്ത് നിന്നും ഭദ്രയും ഉമ്മറത്തേക്ക് വന്നു. ഇവളിനി എന്താ ഇന്ന് ഉണ്ടാക്കി വെച്ചേക്കുന്നത്? ഇവൾ മിക്കവാറും അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങും. ആ കോലം കണ്ടിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇവളെ എങ്ങനെ ഒന്ന് രക്ഷപ്പെടുത്തും. അവൾ തലപുകഞ്ഞ് ആലോചിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും നമ്മുടെ രുദ്ര പറയാൻ തുടങ്ങി. വയലിൽ കളിച്ചോണ്ട് നിന്നതും ആ ബൈക്കുകാരൻ്റെ ദേഹത്തേക്ക് പന്തടിപ്പിച്ച് കയറ്റിയതും അയാൾ അവളെ വഴക്കു പറഞ്ഞതും എല്ലാം അവൾ ഓരോന്നായി വള്ളിപ്പുള്ളി തെറ്റാതെ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും എടുത്ത് പറഞ്ഞു. അവർ ഇരുവരും മുഖാമുഖം നോക്കി, ഇവളെ ഒന്ന് നോക്കി. ആ സമയം കൊണ്ട് കിട്ടിയ ഗ്യാപ്പിൽ നമ്മുടെ കുട്ടി ബാത്റൂമിലേക്ക് ഓടി. ഫ്രഷായി അഴുക്കായ തുണി കഴുകിയിട്ടിട്ടാണ് കുട്ടി പെരയ്ക്കകത്തേക്ക് കയറിയത്. അകത്തേക്ക് കയറിയതും ഗൗതമി അല്പം ഗൗരവത്തിൽ, ഇനി ആ ചെറുപ്പക്കാരൻ എപ്പോഴാടി വീട്ടിലേക്ക് വന്നു കയറുന്നേ? അയാളൊന്നും വരില്ല അമ്മേ. അതെന്താ ഇത്ര ഉറപ്പ്? നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും അവന്മാരാണെങ്കിൽ എനിക്കറിയാം, എന്നെ കണ്ടാൽ തന്നെ പിന്നെ ആ ഏരിയ നിൽക്കാതെ അവന്മാർ സ്ഥലം വിട്ടേനെ. ഇത് നമ്മുടെ ഈ നാട്ടുകാരനെ അല്ല, ആരോ വഴിതെറ്റി വന്നതോ അല്ല എങ്കിൽ ആരെങ്കിലുടെയും വീട്ടിൽ വന്നതോ വല്ല വിരുന്നുകാരോ ആയിരിക്കും, അല്ലാതെ വേറെ ആരും ആകാൻ വഴിയില്ല. അവൾ അത്ര കാര്യമായി തന്നെ പറയുന്നത് കേട്ട് ഗൗതമി വായും തുറന്ന് അവളെ തന്നെ നോക്കി. അമ്മ, നല്ല വിശപ്പ്, ഇത്രയും ഓടിച്ചാടി കളിച്ചോണ്ടായിരിക്കും, എന്തെങ്കിലും കഴിക്കാനെടുക്ക്. ആ, മോക്കൊരു സന്തോഷ വാർത്തയുണ്ട്. നാളെ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വരുക. അതിനെന്താ, വന്നോട്ടെ. നിനക്ക് ഭയമൊന്നുമില്ലേ? ഞാനെന്തിനാ ഭയക്കുന്നത്? എഴുതുന്ന സമയത്ത് ഭയമില്ലായിരുന്നു, പിന്നെ റിസൾട്ട് വരുമ്പം ഭയന്നിട്ട് എന്താ കാര്യം? മാർക്കൊന്നും കൂടാൻ പോകുന്നില്ലല്ലോ. അവൾ ഒരു കൂസലുമില്ലാതെ ഗൗതമിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ഇത് എന്തിൻ്റെ കുഞ്ഞാണ് എന്നർത്ഥത്തിൽ ഗൗതമി അവളെ അടിമുടിയൊന്ന് വീക്ഷിച്ചു. എനിക്ക് വിശക്കുന്നമ്മ, വലുതും താ. അത്രയും പറഞ്ഞതും ഗൗതമി പെട്ടെന്ന് തന്നെ ആലോചനയിൽ നിന്നും ഞെട്ടി ഉണർന്ന് അവൾക്ക് നേരെ ആഹാരം എടുത്തു വെച്ചു. അവൾ ആഹാരമെല്ലാം കഴിച്ച് കട്ടിലിൽ പോയി നീണ്ടു നിവർന്ന് ഒരു ഉറക്കം പാസാക്കി. പിറ്റേന്ന് രാവിലെയാണ് അവൾ എഴുന്നേൽക്കുന്നത്. പിറ്റേന്ന് രാവിലെ അവൾ കണ്ണു തുറന്നതും കാണുന്നത് മുന്നിൽ കുളിച്ച് സുന്ദരിയായി അമ്പലത്തിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുന്ന ഭദ്രയാണ്. നീ എങ്ങോട്ടാ? ഇന്ന് റിസൾട്ട് വരുന്ന ദിവസമല്ലേ, അമ്പലത്തിൽ പോയി ഒന്ന് തൊഴുതിട്ടൊക്കെ വരാം. എൻ്റെ പൊന്നു കുഞ്ഞേ, അമ്പലത്തിൽ പോയിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ കറക്റ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി ദൈവം നോക്കിക്കോളും. അത്രയും പറഞ്ഞ് അവൾ തിരിഞ്ഞ് വീണ്ടും ഒന്നുകൂടി ഉറങ്ങാൻ നിന്നതും, ഒന്ന് എഴുന്നേക്കെൻ്റെ രുദ്രേ, നിന്നെ കൂടി വലിച്ചെഴുന്നേപ്പിച്ച് അമ്പലത്തിൽ കൊണ്ടുപോകാനാ അമ്മ പറഞ്ഞേക്കുന്നത്. എനിക്ക് വയ്യ, നീ പോ. അമ്മേ, ദാ ഇവൾ വരുന്നില്ലേന്ന്. നീ വിളിക്കണ്ട, ഞാൻ ഇപ്പം റെഡിയാവും, ഒരു 5 മിനിറ്റ്. അത്രയും പറഞ്ഞ് അവൾ വാഷ്റൂമിലേക്ക് കയറി പെട്ടെന്ന് തന്നെ ഫ്രഷായി പുറത്തിറങ്ങി. അപ്പോൾ നിനക്ക് അമ്മയെ പേടിയൊക്കെ ഉണ്ട്. ഈ ജീവിതത്തിൽ പോരാളിയെ പേടിക്കാതെ ജീവിക്കാൻ പറ്റില്ല മോളെ. അവൾ ഒരു നാടക സ്റ്റൈൽ അവളോട് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അമ്പലത്തിലേക്ക് വിട്ടു. അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. ഒരു 12 മണിയോടുകൂടി തന്നെ അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. 2 പേർക്കും നല്ല മാർക്കുണ്ട്. ഭദ്രയ്ക്ക് 10 A+ഉം
രുദ്രയ്ക്ക് 9 A+ഉം 1 Aയുമായി. അത് കേട്ടതും ഗൗതമി അവളെ ഒന്ന് നോക്കി. നിന്നോട് അന്ന് തൊട്ട് ഞാൻ പറയുന്നുണ്ട്, പഠിക്കണം പഠിക്കണം. ഇതിപ്പോൾ 1 A+, 1 മാർക്കിൻ്റെ വ്യത്യാസത്തിലായിരിക്കും അമ്മ, അല്ല കൂടുതലൊന്നുമില്ല. ഈ 1 A+ പോലും കിട്ടാത്തവരുണ്ടല്ലോ, അവരുടെ എന്തോ വേണോ അന്നേരം? രുദ്ര തിരിച്ചു ചോദിച്ചതും ഗൗതമിക്ക് ഉത്തരം മുട്ടി. അവർ ദയനീയമായ വാസുദേവനെ ഒന്ന് നോക്കി. വാസുദേവൻ അത് കണ്ടതും ചിരിയോടെ, അബദ്ധം പറ്റിപ്പോയി, ഇനി ആലോചിച്ചിട്ടോ നോക്കിയിട്ടോ കാര്യമില്ല എന്നർത്ഥത്തിൽ അയാൾ അവരെ നോക്കി. എക്സാം റിസൾട്ട് വന്ന് 2 പേര് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾക്ക് തന്നെ അലോട്ട്മെൻറ്റിന് വെച്ചു. ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ തന്നെ 2 പേർക്കും തങ്ങളുടെ വീടിന് അടുത്ത് തന്നെയുള്ള കോളേജിൽ തന്നെ കിട്ടി. ഇനി കോളേജ് ലൈഫ്. +1 +2 വിദ്യാർത്ഥി. ദാണ്ടേ ഗൗതമി, ഞാനിപ്പം നിങ്ങളുടെ കുഞ്ഞു കൊച്ചൊന്നുമല്ല. ഇനി എന്നെ അടിക്കാനോ വഴക്ക് പറയാനോ വരല്. ഞാനിപ്പോൾ +2 പഠിക്കുന്ന വലിയ കൊച്ചാണ്. നിൻ്റെ കയ്യിരിപ്പ് നല്ലതാണ്, നീ ഇനി അടി കൊള്ളത്തില്ല. നീ +2 ഇനി ഡിഗ്രിക്ക് പഠിച്ചാലും കയ്യിരിപ്പ് മോശമാണെങ്കിൽ ഈ എൻ്റെ കയ്യിൽ നീ ഇനിയും കൊള്ളും. പറഞ്ഞത് കേട്ടല്ലോ? ഗൗതമി ഒരു താക്കീതോടെ രുദ്രയോട് പറഞ്ഞു. ഓ കേട്ട്. രുദ്ര കമ്പ്യൂട്ടർ സയൻസും ഭദ്ര കൊമേഴ്സുമാണ് എടുത്തത്. 2 പേരുടെയും ക്ലാസ്സുകൾ ഗംഭീരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു ദിവസം കോളേജ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയിലാണ് ആ ഇരുനില വീടിൻ്റെ മുന്നിൽ വീണ്ടും ദാമോദരൻ ചേട്ടൻ നിൽക്കുന്നത് അവൾ കണ്ടത്. ഊയ് ദാമോദരൻ ചേട്ടോ, എന്താ ഇവിടെ തന്നെ ഈ വീട്ടിൽ ചുറ്റിപ്പറ്റി ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? പോടി കാന്താരി, ഇവിടെ പുതിയ താമസക്കാർ വരുന്നുണ്ട്. ആന്നോ ചേട്ടാ, ആരായി വരുന്നേ? ഒരു വില്ലേജ് ഓഫീസറും ഫാമിലിയോ? ഓ, നമ്മുടെ വില്ലേജിലേക്ക് മാറി വന്നതാണോ വില്ലേജ് ഓഫീസർ? അല്ലടി കാന്താരി, ഒരു റിട്ടയർഡ് ആള്. ഓ, അപ്പോൾ ഇങ്ങോട്ട് വന്നത്? അത് അദ്ദേഹത്തിൻ്റെ മകന് നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ ജോലി കിട്ടി. അങ്ങനെ അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നതാ. എല്ലാവരും എന്ന് വെച്ചാൽ വില്ലേജ് ഓഫീസറും ഭാര്യയും 3 മക്കളും. മൂത്തവനാണ് ഇവിടുത്തെ സ്കൂളിൽ ജോലി കിട്ടിയത്. ഇളയവൻ ബാംഗ്ലൂരിൽ നിന്ന് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ഏതോ ജോലിയാണ്. പിന്നെ ഒരു പെൺകുട്ടിയുണ്ട്. അതിൻ്റെ വിവാഹം ഏകദേശം ഉറപ്പിച്ച് വെച്ചേക്കുവാണെന്ന അറിവ്. ഓ ഓ, അന്നേരം സാറ് വിവാഹിതനല്ല അല്ലേ? അല്ല. അതെന്താ നീ ഇത്ര ഊന്നി ചോദിക്കുന്നത്? അല്ല, ഒരു ചാൻസ് ഉണ്ടോ എന്നറിയണ്ടേ? ഒന്ന് പോടി കാന്താരി, അങ്ങനെ മുമ്പിലൊന്നും ചെന്ന് പെടണ്ട കേട്ടോ. അതെന്താ? ആളൊരിത്തിരി കലിപ്പനാണെന്നാ പറയുന്നത്. അപ്പോൾ ഈ കലിപ്പന് പറ്റിയ കാന്താരി ഞാനായാൽ പോരെ? നിന്നെ മിക്കവാറും അവൻ ഫിത്തിന്ന് ഒട്ടിച്ചെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓ, അത്ര ടെററാന്നോ? അത്ര ടെററല്ല, ടെട്ടറ മതിയോ നിനക്ക്? ഓ ശരിയേ, ഞാൻ ഈ ഏരിയയിലോട്ട് പോലും വരുന്നില്ല. ശരി പോട്ടെ, കോളേജിൽ നിന്ന് വരുന്ന വഴിയാ, നല്ല വിശപ്പ്. ശരി ശരി, രണ്ടും പോ. അവർ 2 പേരും അവിടെ നിന്നും വീട്ടിലേക്ക് പോയി. പതിവ് പോലെ കോളേജിൽ നിന്നും വന്ന് ഫ്രഷായി പുറത്തിറങ്ങിയ ഭദ്ര പുറത്താരോഗ്യം സംസാരിക്കുന്നത് കേട്ട് ഉമ്മറത്തേക്ക് ചെന്നു. ഉമ്മറത്തിരിക്കുന്ന ആൾക്കാരെ ആരെയും അവൾക്ക് പരിചയമില്ല. ഗൗതമിയോട് ആരാണെന്ന് ചോദിച്ചപ്പോൾ അപ്പുറത്തെ വീട്ടിലെ പുതിയ താമസക്കാരാണെന്നും നമ്മളെ പരിചയപ്പെടാൻ വന്നതാണെന്നും പറഞ്ഞു. അവർ എല്ലാവരെയും ഒന്ന് ചിരിച്ചു കാട്ടി. അവരുടെ ഒപ്പം ഇരുന്ന പെൺകുട്ടിയോട് ഓരോന്നൊക്കെ ചോദിച്ച് നല്ല സൗഹൃദം അവൾ പുലർത്തുകയും ചെയ്തു. അപ്പോഴാണ് നീരാട്ടൊക്കെ കഴിഞ്ഞ് നമ്മുടെ രുദ്ര ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ഉമ്മറത്ത് നല്ല സംസാരം കേട്ട് അവൾ ഒരു ബനിയനും ഷോർട്ട് പാൻറ്റും ഇട്ട് അങ്ങോട്ട് ചെന്നു. ഉമ്മറത്തിരിക്കുന്നവരെ എല്ലാവരെയും അവർ അടിമുടി ഒന്ന് വീക്ഷിച്ചു. ഇതാണോ ഗൗതമി നിൻ്റെ മോൾ? ആ, ഇരട്ടകളായേച്ചി. ഇവളാണ് മൂത്തത്, മിനിറ്റുകളുടെ വ്യത്യാസമേ ഉള്ളൂ. ഭദ്ര മൂത്തത്, ഇത് രുദ്ര, ഇവളാണ് ഇളയത്. അത്രയും പറഞ്ഞ് അവർ ഇളയവളെ ഒന്ന് നോക്കി. ഭദ്രയെപ്പോലെ അല്ലേ രുദ്ര? അല്ല ചേച്ചി, നാക്കിനും നീളം കൂടുതലാ, സ്വഭാവത്തിലും ആളിത്തിരി തരികിടയാണ്. അത്രയും പറഞ്ഞ് രുദ്ര ഗൗതമി ഒന്ന് സൂക്ഷിച്ചു നോക്കി. നീ നോക്കണ്ട, നിൻ്റെ സ്വഭാവം എല്ലാം അവരറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അത്രയും പറഞ്ഞത് അവരെല്ലാവരും ചിരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഭദ്ര ഒരു പെൺകുട്ടിയുമായി ഇരുന്ന് സംസാരിക്കുന്ന രുദ്രയുടെ ശ്രദ്ധയിൽപ്പെട്ട അവളും അങ്ങോട്ട് പോയി. അവളും അവിടെ ഇരുന്ന് സംസാരിക്കുന്നതിനിടയിൽ രുദ്രയും ഭദ്രയും വീണ്ടും അടിയായി. ഭദ്രയോട് പിണങ്ങി രുദ്ര അകത്തേക്ക് ദേഷ്യത്തിൽ കയറി പോകുമ്പോഴാണ് ഉമ്മറത്ത് നിന്നും അകത്തേക്ക് ഒരാൾ കയറി വരുന്നതും അയാളുമായി കൂട്ടിയിടിക്കുന്നതും. അവൾ ദേഷ്യത്തിൽ തന്നെ ആരാടോ കണ്ണില്ലേ എന്ന അർത്ഥത്തിൽ അയാളോട് ചോദിച്ചതും തൻ്റെ മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് എൻ്റെ പൊന്നു ചേട്ടാ, അന്ന് തന്നെ ചേട്ടനോട് പറഞ്ഞില്ലേ
ഫുട്ബോളിൻ്റെ ആവേശം കയറിയപ്പോൾ പന്തൊന്ന് തട്ടിയതാ. അത് ചേട്ടൻ വരുന്നത് കണ്ടില്ല. ചേട്ടൻ്റെ ആ വെള്ള ഷർട്ടിൽ തട്ടുകയും ചെയ്തു. ചേട്ടൻ ഞാൻ ഷർട്ടിഞ്ഞ് കൊണ്ടുപോകാം, ഞാൻ കഴുകിത്തരാം. ഇനി ഇതുകൂടി പറഞ്ഞ് ദാണ്ട ഈ നിൽക്കുന്ന പുള്ളിക്കാരിയുടെ കയ്യിൽ നിന്ന് എനിക്കിനി അടി കൂടി വാങ്ങിച്ചു തരല്ലേ, അവൾ അവനോടായി പറഞ്ഞു. അവളുടെ പറച്ചിലെല്ലാം കേട്ട് എല്ലാവരും വായും തുറന്നിരിക്കുക. ചേട്ടൻ ഇനി ഇത്ര ദിവസം വേണ്ടി വന്നു എൻ്റെ ഈ വീട് കണ്ടെത്താൻ? ഇവിടെയുള്ള ആരോട് ചോദിച്ചാലും ഈ എൻ്റെ പേര് പറഞ്ഞാൽ മതില്ലോ. ഏട്ടനോട് അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ ഭദ്ര എന്തായാലും ഏട്ടനോട് സോറി പറയില്ലെന്ന്. ഭദ്ര എന്ന പേര് വെച്ചെങ്കിലും ആരോടെയും ചോദിച്ചാൽ എപ്പോഴേ എൻ്റെ വീട് കണ്ടെത്താം, ഇത്രയും വൈകുമായിരുന്നോ? അവൾ അവനെ ഒന്ന് കളിയാക്കിക്കൊണ്ട് ചോദിച്ചതും എല്ലാവരും അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി. അപ്പോഴും അവൻ ഒന്നും മിണ്ടാതെ അവളെ തട്ടി മാറ്റി തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്നിരുന്നു. ഇയാളെന്താ ഇവിടെ കയറിയിരിക്കുന്നത്? തന്നോട് പറഞ്ഞില്ലേ എന്ന് വാ തുറന്ന് അവൻ പറഞ്ഞപ്പോഴാണ് ഗൗതമി അവളെ ഒന്ന് അടിച്ചത്. അത് ഇവരുടെ മൂത്ത മകനാ, നമ്മുടെ സ്കൂളിലേക്ക് സാറായി വന്ന മോനാ. ഗൗതമി അത്രയും പറഞ്ഞതും അവൾ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി. കാര്യത്തിൻ്റെ കിടപ്പുവശം രണ്ടു കൂട്ടർക്കും മനസ്സിലായതും അവർ രണ്ടുപേരും പരസ്പരം നോക്കി ഒന്ന് ചിരിച്ചു. അതുകൂടാതെ നമ്മുടെ രുദ്രയുടെ വാലുമുറിഞ്ഞ രീതിയിലുള്ള നിൽപ്പ് കൂടി കണ്ടപ്പോൾ അവർക്ക് തങ്ങളുടെ ചിരി നിർത്താനായില്ല. എല്ലാവരും കൂട്ടമായി ചിരിക്കാൻ തുടങ്ങി. അവൾ എല്ലാവരെയും നോക്കി ചമ്മിയ ഒരു ഇളിപാസി. അത് പിന്നെ ഏതൊരു പോലീസുകാരനും ഒരബദ്ധം പറ്റും, അത് ഇത്ര വലുതായി നാറ്റിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവൾ അവിടെ നിന്ന് അവരെ നോക്കി ഒരു വളിച്ച ഇളി പാസ്സാക്കി പറഞ്ഞിട്ട് നേരെ ഉമ്മറ കവാടത്തിലേക്ക് പോയി. ഉമ്മറത്ത് ചെന്ന് എല്ലാവരോടും കെറിയിച്ച് അവിടെ ചെന്നിരുന്നതും അവളിനി കെറിയിച്ച് ഇനിയിപ്പോൾ നോക്കിയേ വേണ്ട, ഈ ഏരിയയിലോട്ട് ഇനി തിരിഞ്ഞു പോലും നോക്കില്ല. ഇനി അച്ഛൻ വന്ന് അവളെ സമാധാനിപ്പിച്ച് അകത്തേക്ക് കൊണ്ടുവരണം. എന്തായാലും ആൻറ്റി, എനിക്ക് ആ കുട്ടിക്കുറുമ്പി ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഏട്ടനെ വരച്ച വരെ നിർത്തണമെങ്കിൽ അതുപോലെ ഒരുത്തി തന്നെ ഏട്ടൻ്റെ ജീവിതത്തിലേക്ക് വരണം, അല്ലാതെ പറ്റില്ല. ഒരു നോട്ടം കൊണ്ട് എന്നെയും ഇവളെയൊക്കെ മുട്ട് കിടുകിടാ വിറപ്പിക്കുന്ന ഞങ്ങളുടെ ചേട്ടൻ്റെ മുന്നിൽ നിന്നല്ലേ അവൾ ഇത്ര നീണ്ട ഡയലോഗ് അടിക്കുന്നത്. ഞങ്ങളെപ്പോലെ പോലും പറ്റില്ല ഇത്ര വലിയ ഡയലോഗൊന്നും അടിക്കാൻ, അതും ഒരക്ഷരം പോലും മിണ്ടാതെ ഏട്ടൻ ഇതെല്ലാം കേട്ട് നിന്ന്. അതുകൂടാതെ ഏട്ടൻ്റെ വെള്ള ഷർട്ടിൽ ചെളി കൂടിയാക്കിയ ആ മുതലിനെ ഒന്ന് കാണാൻ തന്നെ ഇരുന്നയാണ് ഞങ്ങൾ രണ്ടുപേരും. എന്തായാലും ഞങ്ങൾ പോയി രുദ്രയോടൊന്ന് സംസാരിച്ചിട്ട് വരട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ നിന്നും എഴുന്നേറ്റ് നേരെ രുദ്രയുടെ അടുത്തേക്ക് ചെന്നു. പടിപ്പുരവാതക്കലിരുന്ന് പുറത്തേക്ക് നോക്കിയിരിക്കുന്ന രുദ്രയുടെ അടുത്തേക്ക് അവർ രണ്ടുപേരും ചെന്ന് ഹായ്. കളിയാക്കാൻ വന്നതാണ്, എത്ര വേണമെങ്കിലും കളിയാക്കോ. എത്ര കളിയാക്കലും ഈ രുദ്രയുടെ രോമത്തിൽ പോലും നിങ്ങളുടെ കളിയാക്ക് എത്തത്തില്ല. നല്ല കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടി എനിക്ക് അറിയാവോ, അവൾ അവരോടായി പറഞ്ഞതും അവർ വീണ്ടും ചിരിക്കാൻ തുടങ്ങി. എൻ്റെ പൊന്നു രുദ്രേ, അതിനൊന്നുമല്ല വന്നത്, ഞാൻ നിന്നെ ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. അവർ രണ്ടുപേരും അവളുടെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് ഞാൻ ഗൗതം, ഇത് ഗൗരി. ഗൗരി ചേച്ചിയെ ഞാൻ പരിചയപ്പെട്ടു. ഞാൻ ഗൗതം, ഞാനൊരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുക. ഇപ്പോഴിങ്ങോട്ട് വന്നത്? അത് ഏട്ടൻ ഇവിടെ ജോലി കിട്ടിയപ്പോൾ ഇങ്ങോട്ട് മാറി, അന്നേരം ഞാനും കൂടെ പോരുന്നു. ഇനി തിരിച്ചു പോകണ്ടേ? പോണോടോ, 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് പോകണം. അങ്ങനെ ഓരോന്നും സംസാരിച്ച് അവർ മൂവരും നല്ല കൂട്ടായി. വീട്ടിലെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് അതിനോടൊപ്പം നമ്മുടെ രുദ്രയുടെ ഓരോ പൊട്ടത്തരവും കേട്ട് അവർ രണ്ടുപേരും നന്നായി ചിരിക്കാൻ തുടങ്ങി. എന്തായാലും എൻ്റെ രുദ്ര, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ഏട്ടൻ വാല് മുറിഞ്ഞ് നിൽക്കുന്ന അന്നൊന്ന് കാണാൻ പറ്റിയില്ല, പക്ഷേ ഏട്ടനെ ആ അവസ്ഥയിലാക്കിയ പെണ്ണിനെ ഒന്ന് കാണണമെന്ന് വല്ലാത്ത ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്തായാലും ആ കൈ ഇങ്ങോട്ടൊന്ന് നീട്ടിയേ, ഗൗതം അവളോടായി പറഞ്ഞു. എന്തെന്നർത്ഥത്തിൽ അവൾ കൈ മുന്നോട്ട് നീട്ടിയതും അവൾ കയ്യിൽ പിടിച്ച് ഒരു ഷെയ്ക്കാൻ കൊടുത്തു. എൻ്റെ ഏട്ടനെ ഇത്രയും നാണം കെടുത്തി വിട്ടേൽ ഷെയ്ക്കാൻ തരാതിരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ഏട്ടൻ ഒരു നോട്ടം കൊണ്ട് വരെ എന്നെയും അച്ഛനെയും അമ്മയും എല്ലാവരും വിറപ്പിച്ച് നിർത്തുന്ന പുള്ളിക്കാരനാണ്. ഇങ്ങനെയൊക്കെ എങ്ങനെയാ സാറാക്കി മാറ്റിയത്? അത് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. സ്കൂളിൽ ചെന്നാൽ ഇതേ സ്വഭാവം തന്നെയാ? ഇതേ സ്വഭാവം തന്നെയാ. ഇങ്ങേർക്ക് വല്ല തേപ്പ് വല്ലതും കിട്ടിയോ? അതറിയത്തില്ല. ആ ഉള്ളിൽ എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല എൻ്റെ പൊന്നു മോളെ, അവർ രണ്ടുപേരും അവളോടായി പറഞ്ഞു. എവിടെന്നെങ്കിലും നൈസ് തേപ്പ് കിട്ടിക്കാണും, അതാ ഇങ്ങനെ. അവൾ പറഞ്ഞു നിർത്തിയതും തേപ്പലടി, നല്ല ഉഗ്രം വാർപ്പാ കിട്ടിയത്. എന്തേ, നീ കൂടി വരുന്നോ വാർക്കാൻ? അത് പറഞ്ഞുകൊണ്ട് ആ സാറ്, അവനാണ് വൈശാഖ്, അവരുടെ അടുത്തേക്ക് വന്ന്
നീ രണ്ടെണ്ണം ഇവിടെ ഇരിക്കുവാണ് ഇവളുടെ ഒപ്പം കൂടിക്കഴിഞ്ഞാലേ വഴിതെറ്റിപ്പോവും. ബാ ഇങ്ങോട്ട് രണ്ടെണ്ണം. അവർ രണ്ടുപേരും വലിച്ചുകൊണ്ട് വൈശാഖ് മുന്നോട്ട് നടന്നു. പിന്നെ ഇത്രയും വലുതായവരെയല്ലേ ഞാനിനി വഴിതെറ്റിക്കാൻ പോകുന്നത്. താൻ കൊണ്ടു നടന്നവരെ വഴിതെറ്റിക്കാതിരുന്നാൽ മതി. അവൾ പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞതും അവരിരുവരും വൈശാഖിനെ നോക്കി ചിരിക്കാൻ തുടങ്ങി. നീ രണ്ടെണ്ണം ചിരിക്കണ്ട. അവളുടെ ഒപ്പം കൂടിയപ്പോഴേ രണ്ടിനും വാല് കിളിച്ച്. പിന്നെ എൻ്റെ ഒപ്പം വരുന്നവരെല്ലാവരും വാല് കിളിക്കുമല്ലയോ. താനൊന്ന് പോടോ. തന്നെയൊക്കെ മാഷെന്ന് വിളിക്കുന്നവരാണ് ആദ്യം അടിക്കണ്ടേ. നീ രക്ഷപ്പെട്ടു പോയി മോളെ. 2 കൊല്ലം മുൻപേ ഞാൻ വന്നിരുന്നെങ്കിൽ നിന്നെയൊക്കെ അടിച്ച് നൂത്തേനെ ഞാൻ. പിന്നെ താനിഞ്ഞ് വാ, തൻ്റെ ഉണക്ക വടിയുമായിട്ട് തനിക്ക് ഞാൻ തരും. അവൾ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ അവൻ പറയുന്ന ഓരോന്നിനും മറുപടി കൊടുത്തുകൊണ്ടിരുന്നു. അവൻ അവസാനം സഹി കെട്ട് മുന്നോട്ട് നടന്നുപോയി. വൈശാഖിൻ്റെ അങ്ങനെ ഒരു ഭാവം അവരുടെ ഫാമിലി ആദ്യമായിട്ടാണ് കാണുന്നത്. അവൻ ഇന്നോളം ആരുടെയും മുന്നിൽ ഇതുപോലെ വാല് ചുരുട്ടി പോയി കണ്ടിട്ടില്ല. എന്തായാലും എല്ലാവർക്കും അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പോകും വഴി എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരണം എന്ന് അവളോട് പറഞ്ഞിട്ടാണ് പോയത്. ഉറപ്പായിട്ടും ഞാൻ വന്നിരിക്കും. പ്രത്യേകിച്ച് അങ്ങേരെ ചൊറിയാൻ കിട്ടുന്ന അവസരമല്ലേ, ഞാൻ ഉറപ്പായിട്ടും വന്നിരിക്കും. അവളുടെ വാക്കുകൾ കേട്ട് എല്ലാവരും ചിരി തൂക്കി അവിടെ നിന്നും പോയി. രുദ്രയും ഫാമിലിയുമായി വിവേകിൻ്റെ കുടുംബം നല്ലൊരു ആത്മബന്ധം ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ സ്ഥാപിച്ചെടുത്തു. കണ്ടു നിൽക്കുന്നവർക്ക് ഇവർ വർഷങ്ങളായി അടുത്തറിയുന്നവരാണെന്ന് തോന്നത്തക്ക രീതിയിലുള്ള നല്ല ആത്മബന്ധമായിരുന്നു അവർക്കിടയിൽ രൂപം കൊണ്ടത്. സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് ഒന്ന് കമൻറ്റും കൂടി തരണേ.